അസ്സലാമു അലൈക്കും. ഇനി നമുക്ക് എടുക്കാനുള്ളത് സലാം ബൈത്തിന് وتحملني رسائل أبيت وتحملني رسائل أيها الشوق الجزيل نحو تلك المنازل في العشايا والبكور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داعي يا حبيب الله وتحمل لي رسائل أيها الشوق الجزيل نحو تلك المنازل في العشايا والبكور. ഇനി നമുക്ക് ആ ബൈറ്റിന്റെ അർത്ഥം നോക്കാം. തഹമ്മല യതഹമ്മലു എന്നതിൻ്റെ അംറ ഹാദിറാണ്. തഹമ്മൽ നബിയെ തങ്ങൾ ഏറ്റെടുക്കണം. എനിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ പറയുകയാണ്, നബിയെ തങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങൾ ഏറ്റെടുക്കണം. എനിക്ക് വേണ്ടി എന്ന ഓരോ വ്യക്തികൾക്കും ഇത് ചെല്ലുന്ന മൗലിദ് പാരായണം ചെയ്യുന്ന സ്വലാത്ത് ചെല്ലുന്ന ഓരോ വ്യക്തികളും എനിക്ക് ഏറ്റെടുക്കും. റസായിൽ എന്നാൽ എഴുത്തുകൾ. നമ്മളെ റിസാലത്തിൻ്റെ ബഹുവചന റസായിൽ, അതായത് കത്തുകളെ ഓരോ ലെക്ചറുകളും നമ്മുടെ വിഷയങ്ങളുമായിട്ട് വരുന്ന ലെക്ചറിൽ അതാണല്ലോ ഉണ്ടായത്, എഴുത്തിൽ കത്തിൽ. അപ്പം റിസാലത്ത് എന്നതിൻ്റെ ബഹുവചനാണ് റസായിൽ. അപ്പം ഈ കത്തുകളിൽ നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം നബിയെ തങ്ങൾ ഏറ്റെടുക്കണം. അയ്യുഹ ഷൗഖുൽ ജദീലു, അയ്യുഹാനായി യാ സൈദു എന്ന നിദ വിളിക്കുന്ന നിദക്ക് വേണ്ടി ഉപയോഗിക്കുന്ന യാ, അതുപോലത്തെ ഒരു ഹർഫാണ് ഇതാ അയ്യുഹാൻ. അപ്പൊ അയ്യുഹ ഷൗഖുൽ ജദീലു അധികരിച്ച് ആഗ്രഹം വെക്കുന്നതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അധികരിച്ചതായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് വേണ്ടി നിങ്ങൾ അത് ഏറ്റെടുക്കണം, എല്ലാ കാര്യങ്ങളും. നെഹ്വഹ, ആ മദീനയുടെ അതിൻ്റെ ഭാഗത്തേക്ക്, അതായത് മദീനയുടെ ഭാഗത്തേക്ക്. നെഹ്വഹ തിൽക്കൽ മനാദിൽ എന്നാൽ മദീനയുടെ ഭാഗത്തേക്ക്. അപ്പം ഈ മനാദിൽ എന്നത് താലീമിന് വേണ്ടി മദ്ദിൻ്റെ ബഹുവചന മനാദിൽ. ഇവിടെ മദീനയുടെ ഭാഗത്തേക്കാണ്, മദീനകൾ നമ്മുടെ റൗള ശരീഫിൻ്റെ ഭാഗത്തേക്ക് ഇവിടെ ഒന്ന് മാത്രമാണ്. പിന്നെന്തിനാ ഇവിടെ ബഹുവചനാക്കിയത്? അത് താലീമിന് വേണ്ടി മനാസിൽ എന്നത് ബഹുവചനാക്കിയതാണ്. ഫിൽ അശായ എന്നത് അഷിയത്തിൻ്റെ ജംആണ്, അഷിയത്തിൻ്റെ ബഹുവചനാണ് അശായ. അശായ വൈകുന്നേര സമയം, വൽ ബുക്കൂറു രാവിലെ സമയങ്ങളിലും. അപ്പോൾ വൈകുന്നേര സമയങ്ങളിലും രാവിലെ സമയങ്ങളിലും മദീനയുടെ ഭാഗത്തേക്ക് അധികരിച്ചതായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നതായ എൻ്റെ കാര്യങ്ങളെല്ലാം തങ്ങൾ ഏറ്റെടുക്കണം. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ആമു അവർ പ്രിയം വെച്ചിരിക്കുന്നു.
ഫീക തങ്ങളിൽ പ്രിയം വെച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തിലുള്ള സകല വസ്തുക്കളും എല്ലാ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പ്രിയം വെച്ചിരിക്കുന്നു. യാ ബാഹിൽ ജബീനൂൻ, നെറ്റിത്തടം ഭംഗിയുള്ളതായ, ജബീനാണ് നെറ്റിത്തടം ഭംഗിയുള്ളതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളെ ഞാൻ വിളിക്കുന്നു. യാ ബാഹിൽ ജബീനു, അതായത് നെറ്റിത്തടം ഭംഗിയുള്ളതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളെ ഞാൻ വിളിക്കുന്നു. നിങ്ങൾ എനിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം. അവർക്കുണ്ട് തങ്ങളിൽ ഒറാമുൻ എന്നാൽ ഹൃദയത്തിൻ്റെ സ്നേഹമുണ്ട്. അവർക്ക് എന്നാൽ ആ കത്തുകളുമായിട്ട് നമ്മൾ റിസാലത്ത് ഇവിടെ പറഞ്ഞല്ലോ, കത്തുകളുമായിട്ട് വരുന്നവർ, അപ്പോൾ റിസാലത്ത് കത്തുകളുമായിട്ട് വരുന്നു. ഈ വലുഹും അവർക്കുണ്ട് ഫീക തങ്ങളിൽ ഒറാമുൻ ശക്തമായ ഹൃദയത്തിൻ്റെ സ്നേഹമുണ്ട്. വസ്തിയാക്കുൻ എന്നാൽ ഹൃദയത്തിൻ്റെ അനക്കവുമുണ്ട്. ഹനീനുൻ കരയലുമുണ്ട്. ഹൃദയത്തിന് ദുഃഖം കൊണ്ട് കരയ, ആ കരയലും ഉണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അധികമായിട്ട് ലോകത്തുള്ള സകല വസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അധികമായിട്ട് ഇഷ്ടം വെച്ചിരിക്കുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ നിർത്തുന്നു. ഈ ബെയ്ത്ത് രീതിയൊക്കെ നിങ്ങൾ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ഇതിൽ നബിയെ മുഹമ്മദ് നബിമാരിയിലുള്ള തണിയെ തങ്ങൾ അല്ലാതെ ഞങ്ങളിലില്ല എന്നുള്ള ഒരു മലയാള ബെയ്ത്തും ഇതിൽ രേഖപ്പെടുത്താൻ നിർത്തുന്നു.